എൻ്റെ വക ഇതാ എനിക്കൊരു കാശി ഉപ്പായവും തട്ടും. ഞാനിട്ട് നന്നാവോ ഉമ്മ? നന്നാവോ? നന്നാവും, എന്നേക്കാൾ നന്നാവും. അതില്ല ഉമ്മയാണ് സുന്ദരി. നല്ല രസമുണ്ടാവും. നീ ഒന്ന് എടുത്തിട്ട് വാ. അപ്പൊ എന്തായാലും ഞാനൊന്ന് ഇട്ടിട്ട് വരാം അല്ലേ ഉമ്മ? ഇട്ടിട്ട് കാണിച്ചോ നീ. എങ്ങനെയുണ്ടുമ്മ? ഷാറായി. ഇത് ഞാൻ ഇട്ടിരുന്ന ചുരിദാറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഈ ഉമ്മ തന്ന ഈ കുപ്പായം ഈ ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ഈ വർക്ക് മുഴുവൻ. ഇപ്പോൾ എല്ലാം മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാച്ചിമുണ്ട് ഉമ്മ പ്രത്യേകമായി കോഴിക്കോട് കൊടുത്ത് പിടിച്ചിട്ടാണ് ഈ മഷി മുക്കിച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടിട്ട് ഇത്തിരിയൊക്കെ കൊള്ളാം അല്ലേ? ഉമ്മയുടെ അത്ര വരില്ലെങ്കിലും നല്ല കുഞ്ഞു മഞ്ചത്തി തന്നെ. ഉമ്മയുടെ അത്ര ഒന്നും ആയിട്ടില്ല ഉമ്മ. ഇതേ അഴിഞ്ഞു പോകുന്നൊരു പേടിയാണ്. ഉമ്മ അന്നേരം എന്നോട് ചോദിച്ചാണ് ബെൽറ്റ് വേണമെന്നൊക്കെ. ഉമ്മയുടെ അരയിൽ നല്ല അടിപൊളി ഒരു സിൽവറിന്റെ ബെൽറ്റ് കിടക്കുന്നുണ്ട്. വെള്ളിയുടെ ആണോ ഉമ്മ? അത് സ്റ്റീലാണിത്. പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയാണോ ഉപയോഗിച്ചത്? പൊന്നിൻ്റെതാണ് പണ്ട് കാലം. 4 തര ഉണ്ടാവും അരയിൽ. ഉമ്മ അത് അയച്ചു തന്നു. ഇതെൻ്റെ മോളെനക്ക് തന്നതാ, മരിച്ചുപോയ മോൾ. മോളുടെ ഓർമ്മയ്ക്കായിട്ടാണോ ഉമ്മ ഇത് എപ്പോഴും ഇത് തന്നെ അണിയുന്നത്? മോളെ ഭർത്താവ് മോള് മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്. ഇതിന്റെ പ്രത്യേകത എന്താ ഉമ്മ? ഇത് ഡോളർ നടുക്ക്, അതിന്റെ ചുറ്റും അതെന്താ അമ്മ? പരുന്തോ കഴുകുന്നോ എന്തൊക്കെയോ ഉണ്ട് അതിന് ചുറ്റുട്ടോ. ഇതെന്താ അമ്മ ഈ മാലയുടെ പ്രത്യേകത? ഇത് മക്കത്തുനിന്ന് കൊണ്ടിരുന്ന കല്ല്, അത് കെട്ടിച്ചത്. ഈ നീലക്കല്ലല്ലേ? നീലക്കല്ല്, മക്കത്തെ കല്ലെന്നാ പറയാൻ. ഇതിന്റെ മോളിലുള്ള ഈ മാലയ്ക്ക് എന്താ പേര് പറയാ? ചവിടി. ചവിടി. ഈ ചവിടി എന്ന് പറഞ്ഞ മാല നമ്മൾ ഇപ്പൊ കാണുന്ന ഇളക്കത്താലി, മിനുക്കി മിനുക്കുന്ന ഇളക്കത്താലിയുടെ വേറൊരു പതിപ്പാണിത്. അതുപോലെ മക്കത്തുനിന്ന് കൊണ്ടുവന്ന കല്ല് വെച്ചുണ്ടാക്കിയത് ഇപ്പോഴത്തെ പാലക്കാമാലയുടെ അതേ മോഡലാണ്, പാറ്റേണിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് പണിയിക്കുന്നതാണോ നമ്മള്? എല്ലാ മുമ്പ് കാലത്തല്ലേ ഇവിടെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറുടെ കാലത്ത് ഇവിടെ തന്നെ തട്ടാൻ പാർപ്പിച്ചിട്ടാ ഇവിടുന്ന് പണിയിക്കുമായിരുന്നു. ഓ ശരി. ഇപ്പോഴും അമ്മ ഇതേ ഫാഷൻ തന്നെയാണ് ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടം തന്നെ. പഴയതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാഷനുകളെല്ലാം എന്ന് പറയുന്നത്. ട്രഡീഷനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നോക്കുന്ന ഡോക്ടർ പറയാനോട് ഇനി അടുത്ത കാലത്ത് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നു, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത്. അതെ, ഇപ്പൊ ഇത് ഫാഷനായി. ഇപ്പൊ റാപ്പ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പെൺകുട്ടികള് മുണ്ട് പോലെ ലുങ്കി പോലെ ഉടുക്കുന്ന ഒരു സാധനം, അത് ഇത് വെച്ച് കെട്ടുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കുർത്ത എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു പതിപ്പാണ്, കുർത്തീസ് യൂസ് ചെയ്യുന്നത്. ഉമ്മ വേറെ മാലകളുണ്ടോ കയ്യിൽ? എന്റെ തലയിൽ ഇത് നിൽക്കുന്നില്ല. കയ്യിലില്ല. ഇതിന്റെ അടിയിൽ പതക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 പതക്കം പൊന്നി കെട്ടിയിട്ട്. അതതിൻ്റെ താഴെ, അതിൻ്റെ താഴെ കുഞ്ഞിമാല എന്ന് പറയും. കുഞ്ഞിന്മാല 65 പവൻ 70 പവൻ ഉണ്ടാവും. കുറേ പടിയെല്ലാം വെച്ചിട്ട് അതിൻ്റെ താഴെ പതിമാല, അതിൻ്റെ താഴെ നീളമാല ഇങ്ങനെ. എത്ര മാല കല്യാണത്തിനൊക്കെ എത്ര മാലകൾ ഇടും ഏകദേശം? അങ്ങനെ എണ്ണാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഒത്തിരി ഇടുമായിരിക്കും. ഒത്തിരി വേണമെന്നത്ര ഇടലാണ്. പിന്നെ ഇത് ചെറിയ കാശിമാല എന്ന് പറയുന്നില്ല, അത് കെട്ടിക്കും അടുത്തടുത്താക്കിയിട്ട് കെട്ടിച്ചിട്ട് കാശിമാല. ഇപ്പൊ അത് അതിൻ്റെ എല്ലാവരും മേലെ അതിടും. കമ്മലുകളോ? കമ്മലുകൾ പണ്ട് കാലത്തെല്ലാം നല്ലോണം ഇങ്ങനെ നീളം വെപ്പിക്കണം, വലിയ തുളയാക്കൂലേ. ആടെ അലന്തോടി, കായിരക്കൂട്, കൂടി, മിനി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? അത് കുറേ ഉണ്ടാവും. ഇങ്ങനെ വരിവരിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലല്ല താഴെ ഇങ്ങനെ. താഴെ തന്നെ? താഴെ തന്നെ. മുകളിലേക്ക് കുത്തില്ലേ? മുകളിലേക്ക് ഇപ്പൊ ഫാഷനാണ്. മോള് മുമ്പ് അരികത്തുണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. ഇപ്പൊ ഇടുന്നില്ല. ഇപ്പൊ ഫാഷനാക്കിട്ട് 3 കുത്തുന്നു. ഉമ്മയുടെ കുത്തിയിട്ടുണ്ടായിരുന്നു മുകളില്? ഇല്ല, താഴെ മാത്രം. അപ്പൊ അതിനെതിരാ. എൻ്റെ ഉമ്മാന്റെ മിന്നിക്ക് വൈരത്തിന്റെ കല്ല 18 കല്ലുണ്ടായിരുന്നു. ഈ കാതിലിടുന്ന ഇതിന് ഈ ഇങ്ങനെ മിന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇങ്ങോട്ട് നിൽക്കുന്നത് വട്ടത്തിലുള്ള, അതിന് 18 കല്ലാണ്. ഉമ്മ മരിച്ച ശേഷം ഞങ്ങളെല്ലാം എടുത്ത് ഞാൻ അതിനെ കൊണ്ടുപോയതാണ്. വൈരത്തിന്റെ കല്ലായിരുന്നു. ഇഷ്ടമുള്ള അതിനെ കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഉമ്മാക്ക് വൈരത്തിന്റെ വള ഉണ്ടായിരുന്നു. 78 കല്ല്. 78 കല്ല്. നല്ല രസമാണ് അതിൻ്റെ പാറ്റേൺ. ഇങ്ങനെ വളഞ്ഞാണ് എൻ്റെ കയ്യിൽ 2 വളയുണ്ടായിരുന്നു. ഉമ്മയുടെ കൈ കിടക്കുന്ന ഈ വളകളെല്ലാം ഈ തട്ടാനെ കൊണ്ട് തന്നെ പണിയിക്കണം. പഴയ ഫാഷൻ. ഇത് പഴയ ഫാഷനാണ്, ഇതിപ്പോൾ ഒന്നും ഉള്ളതല്ല, കുറേ കൊല്ലായി. ഇപ്പൊ ഇങ്ങനെ തടവള ഇല്ല അമ്മ, കട്ടിക്കുള്ള വള, അങ്ങനത്തെ വളകൾ ഉപയോഗിക്കില്ലേ അമ്മ? ആഗ്രഹമുണ്ട് ഒന്ന് വാങ്ങാൻ വേണ്ടി. പണ്ട് എൻ്റെ ചതുക്ക്
കടവെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലിടുന്ന ഈ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ഇടാൻ വേണ്ടി കടവനും ചതുക്കും ഇതെല്ലാം വളർന്ന് കുലുങ്ങുന്നതാ കടവൻ. ഇങ്ങനെ കിലുക്കുമ്പോ അതിനകത്ത് എന്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? അതിനകത്ത് എന്തേലും ഈ എന്തോ തരികൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ കിലുക്കുമ്പോ കുപ്പിയോള കിലുങ്ങുന്ന പോലെ ഈ ഒരൊറ്റ തടവള ഇട്ടാൽ ഇങ്ങനെ കിലുക്കുമ്പോ അതിനകത്ത് രണ്ട് കൈക്കും ഉണ്ടാവും തടവ കരിക്ക് കടവന്. പിന്നെ ചതുക്ക് മുട്ട പോലെ ഉള്ളത് സൈഡില് മുട്ടാക്കിയിട്ടുള്ളത് ചതുക്ക് അതും രണ്ട് കൈക്കും ഉണ്ടാകും. പിന്നെ പറങ്കി വള കുരിയൽനാ കാടെണ്ണം അത് 6 ഉണ്ടാവും. ഓരോ കൈക്ക് ആർച്ച. അതിൻ്റെ വയൽ നേരിയ വള മുന്നിലെല്ലാം ചെറുതും വയൽ വലുതുമാക്കിയിട്ട് ഒരു കൈൻ്റെ വള എന്നാ പറയാനതിന് 10-40 ഉണ്ടാവും അത്. എൻ്റെ ഉമ്മാക്കെല്ലാം 2 കൈക്കും 40 വളയാണ്. ഓരോരു വള 6 വേണം ആ കാലത്ത്. ഇന്നത്തെ കാലത്തൊക്കെ 6 പവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഒരു വള 6 പവൻ 40 കൊല്ലം വള പറഞ്ഞിട്ടുണ്ട്. ബോധം കിട്ടി. പാദസരവും 4 പാദസര പണ്ട് കാറ്റലുണ്ടായി. ഗ്രാൻഡ് മദർ താലുണ്ട് പോട്ട കാണാം. 4 അരയിലും 4 കാലിനും. അരയിലിരുന്ന് അരപ്പട്ട, അരഞ്ഞാണം, ബെൽറ്റ്, നൂല്, ഇങ്ങനെ കുറെ പേരിലുണ്ടായി. പേരിലെല്ലാം മറന്നു. ബെൽറ്റ് കെട്ടുന്നത് കൂടാതെയാണോ 4 എണ്ണം വരുന്നത്? ഇത് കൂടാണ്ട് ഇത് പിന്നെ പിൽക്കാലത്തുണ്ടായതാ. ആദ്യം അരഞ്ഞാണം, ഉടഞ്ഞാണം, നൂല്, ഉറുക്ക് 4 എണ്ണം ഉണ്ടാവും. പൊന്നിൻ്റെ ഉറുക്ക് കെട്ടിയിട്ട് പൊന്നിൻ്റെ മുകളിൽ കെട്ടി അത് പോകും. പണ്ട് കാലത്തിൽ ആൺകുട്ടിയൊക്കെ ഉറുക്ക അരി കെട്ടി കൊടുക്കാൻ. ആൺകുട്ടിയൊക്കെ പൊന്നിട്ടില്ല, പൊന്നിൻ്റെ ഉറുക്ക അരി കെട്ടി കൊടുക്കും. അതിൻ്റെ 4 അരയിൽ 4 കാലിനും പാടവും ചെഞ്ചലും ചങ്കല കുങ്കുറും ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് 4 തരം അരി കാലിനിട്ട് അത് പാടോന്, കാത്തള, ചെഞ്ചല, ചെങ്കലിയും ചെഞ്ചലിയും. ഞാനിന്ന് ഈ പാദസരം എന്ന് പറഞ്ഞ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ധരിച്ചോണ്ടത്. 4 കിട്ടില്ല. അന്ന് പൊന്നിൻ്റെ സോറി, ഉമ്മയുടെ തലയെ കെട്ടിയിരുന്നത് അഴിയുന്നില്ല. എൻ്റെ തലയെ കെട്ടിയത് അഴിഞ്ഞതാ കയ്യിലിരിക്കുന്നു. ഉമ്മ ഈ അര കെട്ടിയിരിക്കുന്നതൊക്കെ അരപ്പട്ടയ്ക്ക് എത്ര പവനുണ്ടാവും? അത് 60 പവനിലെല്ലാം ഉണ്ടാവും. 60-75 പവൻ ഉണ്ടാവും. 60-75 പവൻ. ഈശ്വര. കാലിലേതോ? കാലിൻ്റെതും അങ്ങനെ തന്നെ ഉണ്ടാവും. 10-20-25-30 പവൻ ഉണ്ടാവും. 4 മാതിരി ഇല്ലേ? 4 മാതിരി. ഈ കാലിലിടുന്ന പാദസരങ്ങളെല്ലാം കൂടി 10-30 പവനും അരയില് 60 പവൻ, 60-70 പവൻ, 40 പവൻ. എത്ര വരുമ്പ കയ്യില് വള? 2 കൈക്കും വള 40 വള ഉണ്ടാവില്ലേ? അതെ, ഒരു വള 6 പവനുണ്ട്. 6 പവൻ വെച്ച് 40 വള 2 കൈയിലും. അതുപോലെ ഈ മാലകളെല്ലാം എത്ര ഉണ്ടാവും ഏകദേശം? മാല ചവിടി, പതപ്പം, കുഞ്ഞിമാല, പടിമാല, നീളമാല, അതിൻ്റെ മേലെ കാശിമാല. ഇത്രയും മാല എല്ലാം കൂടി ഒരു 70-80 മാല 80 പവൻ കാണുകയല്ലേ? അതിനെക്കാട്ടിലുണ്ടാവും. ഇതെല്ലാം കൂടി ഇട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. ആ പെണ്ണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എൻ്റെ ഗ്രാൻഡ് മദർ തടിച്ച് നല്ല താഴെ കാണാൻ പോട്ടെ. അത്രയും പൊന്നെല്ലാം ഇടാൻ തക്കത്തെ. അപ്പം നല്ല ഭക്ഷണം അത്ര എത്തില്ല, നല്ല ഏകദേശമൊക്കെ വെച്ചു.